Hey guys, welcome back to our YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ആണ് ഗൈസ്. അപ്പോൾ ഞാൻ എണീച്ചിട്ടോ ഒരു 5 മിനിറ്റായി എണീച്ച് പോയി പല്ല് തേച്ചു, ചായ കുടിച്ചു ഗൈസ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അമ്മ അതേ മാവൊക്കെ കുഴച്ച് പരത്തിയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് പോയി ഉണ്ടാക്കും ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ അമ്മ കുറേ നേരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാൻ. പിന്നെ ഇടയിൽ കൂടി ഇത് അമ്മ വന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടു. പിന്നെ എണ്ണയൊക്കെ വെച്ച് പിന്നെ അങ്ങനെ ഇത് അമ്മ അടുത്ത ചപ്പാത്തി കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഞാൻ അത് അങ്ങനെ സാധാ ചെയ്യുന്ന പോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടു. പിന്നെ അങ്ങനെ ഇത് എണ്ണയൊക്കെ വെച്ച് ഒപ്പിക്കൊടുത്തു. പിന്നെ അങ്ങനെ ഇത് ഗൈസ് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എനിക്ക് ആ ഇഷ്ടമില്ലാത്ത പണിയെന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഗൈസ്. ഇഷ്ടമേ ഇല്ല, എണ്ണയൊക്കെ കയ്യിലായി എന്തോ പോലെ ഉണ്ടാവും. പിന്നെ ഞാൻ നിങ്ങളുടെ പട്ടിഷോ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഉണ്ടാക്കില്ല എന്നല്ല, എനിക്ക് എന്തോ ഇഷ്ടമാവില്ല. പിന്നെ നമ്മൾ ചപ്പാത്തി ആയിട്ട് ചപ്പാത്തി മുട്ടക്കറി ആയിരുന്നു. അപ്പോൾ നമ്മൾ നിങ്ങളുടെ പട്ടിഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണിച്ച് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ ടി വി കണ്ടോട്ടാ കഴിക്കുക കേട്ടോ. ഞാനല്ല ഈ കൊച്ചു ടി വി വെച്ചിരിക്കുന്നത്, ഞാനാണ് വിചാരിക്കുന്നത് ഗൈസ്. ദക്ഷയാണ് ഈ കാർട്ടൂൺ വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കണ്ടുകൊണ്ടിരുന്ന് ഇങ്ങനെ ടി വി കാണുകയാണ്. എപ്പോഴും എങ്ങനെ കഴിക്കാം കേട്ടോ ഗൈസ്. പിന്നെ അങ്ങനെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാൻ ഇടാൻ പറയുമ്പോഴേക്കും അമ്മ അങ്ങനെ പോയി വാഷിംഗ് മെഷീനിൽ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഫസ്റ്റ് വലിയൊരു പുതപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കട്ടിയുള്ളൊരു പുതപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ അമ്മമ്മയുടെ നൈറ്റി, ദക്ഷിൻ്റെ ഷോർട്ട്സ് അങ്ങനെ കുറച്ചൊക്കെ ഇട്ടു. പിന്നെ അങ്ങനെ ഇത് അമ്മ ലിക്വിഡ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലിക്വിഡ് എടുത്ത് അങ്ങനെ ഇത് വാഷിംഗ് മെഷീനിൽ ഒഴിച്ചു. പിന്നെ അങ്ങനെ ദക്ഷ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് എൻ്റെ ചെവി വന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല കേട്ടോ. ഞാൻ സൗണ്ടൊക്കെ ഓഫ് ചെയ്തു. പിന്നെ അങ്ങനെ ദക്ഷ അമ്മയും കൂടി വാഷിംഗ് മെഷീനിൽ ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ദേഷ്യം വന്ന് പിന്നെ ഞാൻ പോയി പ്രസ് ചെയ്തു. പിന്നെ കുറച്ച് നേരമായി ടൈം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടൈം കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ, ടൈം കാണാൻ വേണ്ടി. പിന്നെ അത് 44 മിനിറ്റ് എന്ന് കണ്ടു. ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പോയി പണി ചെയ്യാൻ തുടങ്ങി. അമ്മ തിരുമ്പുന്നുണ്ടായിരുന്നു ബാക്കിൽ വേറെ തുണികളൊക്കെ, എന്താ പറയുക, നല്ല വർക്ക്സ് ഉള്ളതൊക്കെ അമ്മ തിരുമ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ സെറ്റിയും ദിവാനും എല്ലാം നന്നായിട്ടൊന്ന് കുടഞ്ഞു വിരിച്ചു കേട്ടോ ഗൈസ്. കാരണം തുടയ്ക്കണം, അടിക്കണം. അപ്പോൾ അതിന് മുമ്പ് കുടഞ്ഞു വിരിക്കണമല്ലോ. പിന്നെ ശരിയെന്ന് പറഞ്ഞ് അടുത്ത റൂമിലോട്ട് വന്നു കേട്ടോ ഗൈസ്. റൂമിൽ പിന്നെ ഞാൻ കട്ടിലിൽ നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ നന്നായി തട്ടി അങ്ങനെ കുടഞ്ഞു വിരിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നല്ല കുടഞ്ഞു വിരിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇവിടുത്തെ പട്ടിഷോ കാണിക്കാനുണ്ട് കേട്ടോ ഗൈസ്. ഇല്ലെങ്കിൽ ഇങ്ങനെ കിടക്കണ മുകളിൽ കയറി മറിഞ്ഞ് അങ്ങനെയൊക്കെയാണ് എന്താ പറയുക വിരിക്കുക കേട്ടോ. എന്നാലേ കറക്റ്റാവുള്ളൂ. ഞാൻ വിരിച്ചത് കറക്റ്റായിട്ടില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ അങ്ങനെ വിരിച്ചു കേട്ടോ ഗൈസ്. എനിക്ക് ഇങ്ങനെ എല്ലാ ഭാഗവും ഒത്തില്ലല്ലോ. അത് തന്നെ കട്ടിലിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഞാൻ വിരിക്കാറ്. പിന്നെ ഞാൻ അങ്ങനെ ഇത് അടിച്ചു വിട്ടു കേട്ടോ ഗൈസ്. പെട്ടെന്ന് വേഗം അടിച്ചു വിട്ടു. എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് സായിബാബയുടെ അമ്പലത്തിലോട്ട് പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. അപ്പം ഞാൻ വേഗം അടിച്ചു. പിന്നെ അങ്ങനെ ഇത് തുടച്ചു കേട്ടോ ഗൈസ്. തുടയ്ക്കുമ്പോഴായിരുന്നു മേമ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേമടുത്ത് സംസാരിച്ച് അങ്ങനെ തുടച്ചു കേട്ടോ ഗൈസ്. പിന്നെ ഇനി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ ഗൈസ്. ഞാൻ അതൊന്നും പറയുന്നില്ല, ഞാൻ റെക്കോർഡ് ചെയ്ത് പറയുന്നു കേട്ടോ ഗൈസ്. ഞാൻ ഇനി പോയി ഫ്രഷ് ആയിട്ട് വരാം. കാരണം നമുക്ക് സായിബാബയുടെ അമ്പലത്തിലോട്ട് പോകണം ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു, അടിച്ചു വിട്ട് തുടച്ചു വിട്ട് അങ്ങനെ കുറച്ച് പണി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞങ്ങളിത് സായിബാബയുടെ അമ്പലത്തിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇതിന് മുമ്പ് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പല്ല കേട്ടോ, കുറേ എപ്പോഴായിരുന്നു, യൂട്യൂബ് തുടങ്ങിയ സമയത്താണ് തോന്നുന്നു കേട്ടോ. അപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു വ്ളോഗ് സായിബാബയുടെ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. സായിബാബയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്, പിറന്നാളാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. എൻ്റെ അമ്മ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് പോകണ വഴിക്ക് കാണാം ഗൈസ്. ഇപ്പോൾ നമ്മളങ്ങനെ സ്കൂട്ടിയിലാണ് കേട്ടോ പോകണം. അപ്പോൾ ദക്ഷിണ മുട്ടയൊക്കെ കാരണം നമ്മൾ എന്താ പറയുക ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ കാണുമ്പോൾ ഒരു മടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അത് തൊപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റും വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അങ്ങനെ നമ്മൾ അങ്ങനെ സായിബാബയുടെ അമ്പലം എത്തി. അപ്പോൾ സായിബാബയുടെ പിറന്നാളായ കാരണം നല്ല ഡെക്കറേഷനും എല്ലാം നല്ല അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അങ്ങനെ ഇത് തൊട്ടിലും കുഞ്ഞാവിയും ഒക്കെ അങ്ങനെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ തൊഴുതി കുറച്ച് നേരം അവിടെ തിട്ടിലിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ അങ്ങനെ ഇത് എല്ലാവരുടെയും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. ഇതാണ് സായിബാബയുടെ അമ്പലം. ഞാൻ പറഞ്ഞ പോലെ തൊട്ടിലൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് 2-3 പേര് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇത് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് പോവുകയല്ല ഗൈസ്, അവിടെയൊക്കെ തൊഴുതാന്ന് പറഞ്ഞ് പോവുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അതിൻ്റെ ക്ലിപ്സ് ഒന്നും എടുത്തില്ല. അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ചോക്കോബാർ വാങ്ങി ഗൈസ്. എവിടെ പോയാലും നമുക്ക് ഐസ്ക്രീം ഒക്കെ ഉണ്ടല്ലേ. പിന്നെ അങ്ങനെ ഇത് നമ്മൾ എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഇത് വീടെത്താനായി ഗൈസ്. അങ്ങനെ വീടിന് മുമ്പത്തെ ഏതോ ഒരു പട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ
നമ്മളങ്ങനെ ഇത് വീടെത്തി അമ്പലത്തിൽ പോയി ഇപ്പോൾ വീടെത്തിയതുള്ളൂ ഗൈസ്. അവിടെ ഞങ്ങൾ തൊഴുതിട്ട് പിന്നെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഗൈസ്. എനിക്ക് മടിയായിട്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ അമ്മ വന്ന് ക്ഷീണിച്ചിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇത് ദക്ഷു അവിടെ വന്നിട്ട് എന്താണ് അവിടെ നിന്ന് വരുമ്പോൾ ഐസ്ക്രീം വേണം പറഞ്ഞ് വാശി പിടിച്ചത് ചോക്കോ ബാറൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ കയറിയിട്ടില്ല, വന്നിട്ട് ഇവിടെ തന്നെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പിന്നെ എനിക്കും ഒരു ചോക്കോബാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചോക്കോബാർ കഴിക്കാം. ഗൈസ് ഇത് നമ്മുടെ ചോക്കോബാർ നമുക്ക് കഴിക്കാം. പക്ഷേ ഫസ്റ്റ് തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ വന്നതോടെ 7 കുടിക്കണം ഗൈസ്. ഗൈസ് ഇപ്പം നമ്മളങ്ങനെ ഇത് ചോക്കോബാർ കഴിച്ച് കഴിയാറായിട്ടോ. പിന്നെ ഞാൻ വേലയ്ക്കൊക്കെ പോയാൽ അധികം കാളം ഞാൻ വാങ്ങാറ്. ദക്ഷുവാണ് ഐസ്ക്രീം വാങ്ങാറ്. പിന്നെ ഞാൻ ദക്ഷിന് വാങ്ങുമ്പോൾ ജസ്റ്റ് ഞാനും വാങ്ങിയെന്നുള്ളൂ. പേടി പോലെ ഉണ്ട്. ഐസ്ക്രീം കഴിച്ചു കേട്ടോ. അപ്പോൾ അമ്മ ലിപ്സ്റ്റിക്ക് 1 കിലോ കുട്ടിയൊക്കെ അടിച്ചിട്ട് വന്നത് കേട്ടോ. മതി. പിന്നെ ഗൈസ് അമ്മയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇതേ ടി വി വെച്ചു കേട്ടോ. ടി വി വെച്ചപ്പോൾ അങ്ങനെ ഫസ്റ്റ് അതിന് CID മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ അങ്ങനെ CID മ്യൂസിയമൊക്കെ കാണുമായിരുന്നു. അപ്പോൾ വെച്ചതും അതിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുമായിരുന്നു. പിന്നെ മുട്ടക്കുട്ടിയും അമ്മയും കൂടി TV കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞതും മഞ്ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ചേച്ചി എന്തോ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ നോക്കി കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. എന്തൊക്കെയോ വലിച്ച് വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതും നോക്കിയിരുന്നു. പിന്നെ ഫ്ലവർ ഉണ്ടാക്കിയിട്ടോ. അതിൻ്റെ നടുവ് ഒരു ഓറഞ്ച് കളർ ചാർട്ടും വെച്ച് കീറിച്ചൊരു സംഭവം വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫ്ലവർ റെഡി ആയിട്ടോ ഗൈസ്. പിന്നെ എനിക്ക് ക്ഷമയില്ല. ഞാൻ പിന്നെ അങ്ങനെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയപ്പോഴായിരുന്നു അമ്മ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിക്കൻ കറി വെക്കുന്നത് അങ്ങനെ നോക്കി നിന്നു. ജസ്റ്റ് വീഡിയോയും എടുത്തു ഗൈസ്. ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് കേൾക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ സീനാക്കണ്ട കേട്ടോ. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ടൈം കറക്റ്റ് 6:50 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് പൂരിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അമ്മ പൂരിക്ക് വേണ്ടി മാവൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. മുട്ടക്കുട്ടി ഇടയിൽ വന്ന് നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അമ്മ അങ്ങനെ മാവ് ഇളക്കണൊക്കെ ഉണ്ടായിരുന്നു. മാവ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ അമ്മ മാവ് അങ്ങനെ കുഴച്ച് എല്ലാം കഴിഞ്ഞു. കുത്തി പരത്തി അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഫുഡ് കഴിക്കെങ്കിൽ ഇപ്പോൾ ഒന്നും ഇല്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.